അല്ലെങ്കിൽ കരള് നമ്മുടെ ശരീരത്തിന്റെ രണ്ടാമത്തെ വലിയ അവയവമാണ് ഈ ഒരു കരൾ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തനം നോർമൽ ആയിട്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും അപാകതകൾ വന്നു കഴിഞ്ഞാൽ, ഇതിന്റെ ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങളായിട്ട് പുറപ്പെടുവിക്കും. അത് എന്തൊക്കെയാണ്? അതേപോലെ നമ്മുടെ ലിവർ ഡാമേജ് ആവാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ തന്നെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? ലിവർ ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. കരള് അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനാണ്. അതായത് രണ്ടാമത്തെ വലിയ അവയവമാണ്. ഡീടോക്സിഫൈങ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെയൊക്കെ തന്നെ അത് ഫുള്ള് ക്ലീൻ ചെയ്യുന്നത്, അത് ശുദ്ധീകരിക്കുന്നത്, മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലിവർ അല്ലെങ്കിൽ കരളാണ്. അപ്പം പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ അതിൻ്റെ തീവ്രതയിൽ എത്തിയതിന് ശേഷം, അതായത് അതിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ തീവ്രതയിൽ എത്തിയതിന് ശേഷമാണ് നമ്മളത് മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ കരൾ പ്രശ്നത്തിലാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുമെന്ന് നോക്കാം. നമ്മുടെ കണ്ണുകളിൽ ചുറ്റും മഞ്ഞ നിറത്തിലുള്ള, ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു മഞ്ഞ നിറത്തിൽ സാന്തോലിസ്മ എന്ന് പറയും, അങ്ങനത്തെ ഒരു ഡെപ്പോസിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതിൽ അപാകതകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് കാരണമാണ് ഈ ഒരു സാന്തോലിസ്മ എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ കാണപ്പെടുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും. അതും ചിലർക്ക് ഈ ഒരു ഉള്ളം കൈ മാത്രം അല്ലെങ്കിൽ കാല് മാത്രം കൂടുതലായിട്ടും ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഇടയ്ക്കിടയ്ക്ക് വരിക. അപ്പം അത് വളരെ നിസ്സാരമായിട്ട് ആളുകൾ കരുതാറുണ്ട്. കരളിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പർ അല്ലാതാവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചൊറിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ജോണ്ടിസ് ഉള്ളവർക്കും, അതായത് മഞ്ഞപ്പിത്തം ഉള്ളവർക്കും ഇത് സ്ഥിരമായിട്ട് തന്നെ ഈ ഒരു ചൊറിച്ചിൽ കാണാറുണ്ട്. അപ്പം ഇങ്ങനത്തെ സ്ഥിരമായിട്ട് ചൊറിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അതിൽ നമുക്ക് സീറം ബിലിറൂബിനും അതേപോലെ തന്നെ ടോട്ടൽ ബിലിറൂബിൻ ലെവലൊക്കെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്, അതായത് കരളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് സ്റ്റീറ്റോറിയ എന്ന് പറയുന്നത്, അതായത് എണ്ണമെഴുക്കോട് കൂടിയിട്ടുള്ള മോഷൻ, വയറ്റിൽ നിന്ന് പോകുന്നത് ഭയങ്കര എണ്ണമെഴുക്കോട് കൂടിയിട്ട് പോവുക. ഇത് പലപ്പോഴും പാൻക്രിയാസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വരാറുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ ലിവറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതേപോലത്തെ ഈ ഒരു ഓയിലി ആയിട്ട് ഗ്രീസി ആയിട്ടുള്ളത് പറയും, സ്റ്റീറ്റോറിയ എന്നുള്ളൊരു കണ്ടീഷനാണ് പറയുക. ദഹനം പ്രോപ്പർ ആവാതെയാണ് നടക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ലിവർ എന്ന് പറയുന്നത് നമ്മുടെ കൊഴുപ്പുണ്ടല്ലോ, കൊഴുപ്പിൻ്റെ കംപ്ലീറ്റ് ഫാറ്റിൻ്റെ ആ ഒരു ഡൈജഷൻ പ്രോസസ്സ്, അതിൻ്റെ പ്രക്രിയകളൊക്കെ നടക്കുന്നത് പരമാവധി ഇതിൽ നിന്നാണ്. ലിവറും അതേപോലെ ലിവറിന് താഴെയുള്ള പിത്താശയം, അതിൽ നിന്ന് ചുരക്കുന്ന പിത്തരസം എന്ന് പറയുന്ന ബൈല്, ഇതൊക്കെയാണ് അതിന് സഹായകരമാവുന്നത്. അപ്പം ഇതിൽ നമ്മുടെ കരളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ബ്ലോക്കേജും കാര്യങ്ങളും ഉണ്ടാകും. നമ്മുടെ ഈ ഒരു പിത്താശയത്തിൽ നിന്നും പിത്തരസം ചുരക്കുന്നത് പ്രോപ്പറായിട്ട് എത്തില്ല. അപ്പോൾ ഇത് കാരണം ചിലർക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം. അതുപോലെ തന്നെ ദഹനക്കേട്, ഇതൊക്കെ തന്നെ ഈ ഒരു ലിവറിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ അല്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതേപോലെ ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ നമ്മുടെ ലിവറിലെ കൊഴുപ്പ് അധികമായിട്ട് അടിഞ്ഞുകൂടുന്നത്, ഇത് സ്കാൻ ചെയ്ത് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുക. അല്ല നമുക്ക് ചില ബ്ലഡ് ടെസ്റ്റുകൾ കൊണ്ട് ഇത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ SGPT എന്ന് പറയുന്ന ആ ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെ ലെവല് കുറച്ച് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, അതായത് 60 പോയിന്റ് 50 പോയിന്റിലൊക്കെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളം തന്നെയാണ്. അതേപോലെ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവലും കൂടെ കുറച്ചുകൂടി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഈ ലിവറാണ് നമ്മുടെ വൈറ്റമിൻ A, D, E, K, അതായത് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ, കൊഴുപ്പ് അതുവഴി സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിനുകളെല്ലാം പരമാവധി അതിൻ്റെ ഒരു സ്റ്റോറേജ് വരുന്നത് വൈറ്റമിൻ A എന്ന് പറയുന്ന റെറ്റിനോൾ, വൈറ്റമിൻ എയുടെ മെയിൻ സ്റ്റോറേജ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ കരളാണ്. അപ്പോൾ രാത്രി മങ്ങൽ അനുഭവപ്പെടാം, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് സാരമായിട്ട് ഒരു പ്രശ്നം ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും കാണുന്നില്ല, പവറിൻ്റെ പ്രശ്നമൊന്നും കാണുന്നില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും, ചിലർക്ക് രാത്രി മാത്രം ഈ കണ്ണിൻ്റെ ഒരു കാഴ്ച കുറവ്, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ എയുടെ ഒരു കുറവ് കൊണ്ടാണ്.
അപ്പോൾ ഈ വൈറ്റമിൻ എന്റെ മെയിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ ഒരു ലിവർ അല്ലെങ്കിൽ കരളാണ്. അതിന്റെ ഫങ്ഷനിങ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കേടുപാടുകൾ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വൈറ്റമിൻ എ ലെവൽ, ശരീരത്തിന്റെ വൈറ്റമിൻ എ ലെവലിനെയും അത് ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം, നമ്മളിപ്പോൾ വൈറ്റമിൻ എ അധികം അടങ്ങിയിട്ടുള്ളത് ക്യാരറ്റിലാണെന്ന് പറഞ്ഞ് നമ്മൾ കുറേ ക്യാരറ്റ് കഴിച്ചത് കൊണ്ട് മാത്രം അതിന് കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടണമെന്നില്ല. നിങ്ങളുടെ ലിവർ ഡാമേജിങ് സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടയാളം. പിന്നെ മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് കരളിന് റീജനറേറ്റിംഗ് കപ്പാസിറ്റി, അതായത് കേടുപാടുകൾ വന്നാലും പുനരുൽപാദനത്തിന് അതിൻ്റെ റീജനറേറ്റിംഗ് കപ്പാസിറ്റി വളരെയധികം കൂടുതലാണ് ഈ ലിവർ എന്ന് പറയുന്നത്. അതിനും അപ്പുറം ഒരുപാട് സിവിയാരിറ്റിയിൽ എത്തിക്കഴിയുമ്പോഴാണ് അതിൻ്റെ കൺട്രോൾ വിട്ടുപോകുന്നത്. അതാണ് ലിവർ സിറോസിസ്, അങ്ങനത്തെ കണ്ടീഷനിലോട്ട് വരുന്നത്. കംപ്ലീറ്റ് ചെറിയ തോതിലുള്ള ഡാമേജുകളൊക്കെ അത് തന്നെ സ്വയം റീജുവനേറ്റ് ചെയ്യാനായിട്ടും, അതേപോലെ തന്നെ അതിന് റീജനറേഷൻ എന്ന് പറയും. ലിവർ സെൽസ് അത് പുതിയ രീതിക്ക് ഉൽപ്പാദനം ചെയ്ത് മാക്സിമം അത് പ്രോപ്പറായിട്ട് നടത്താനായിട്ട് ശ്രമിക്കും. ഒരു പരിധി വിട്ട് ഇപ്പോൾ ഫാറ്റി ലിവർ അമിതമായിട്ട് കൂടുക, അതേപോലെ തന്നെ ആൽക്കഹോളിക് കണ്ടീഷനിൽ അമിതമായിട്ട് മദ്യപിക്കുക, ഇങ്ങനത്തെ കണ്ടീഷനിൽ കരൾ ഒരു പരിധി വിട്ട് അതിൻ്റെ ടിഷ്യൂ കംപ്ലീറ്റ് സ്കാറിങ് ഉണ്ടാവുക. അത് കാരണം അതിൻ്റെ ഫങ്ഷനിങ് നഷ്ടപ്പെടുന്നവരുമുണ്ട്. നമ്മളിൽ പലർക്കും ഫുഡ് അലർജീസ് കണ്ടുവരാറുണ്ട്. ഇപ്പോൾ ചിലർക്ക് നോൺ വെജ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ മാറി കഴിക്കുമ്പോഴൊക്കെ ഇതുപോലെ അലർജികൾ, ശരീരത്തിൽ തടിപ്പൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ IG ലെവൽ കൂടുതലായിട്ട് വരുന്നത്. IG ലെവൽ കൂടുമ്പോഴാണ് ഇങ്ങനത്തെ ഈ ഒരു ഫുഡ് അലർജി ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ വരുന്നവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലിവർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതും ലിവറിൻ്റെ ഫങ്ഷനിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതേപോലെ പാമാർ സോറിയാസിസ്, കയ്യിലൊക്കെ സോറിയാസിസ് പോലത്തെ വരുന്നത്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ചൊറിച്ചിലുണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതോടൊപ്പം തന്നെ ചിലർക്ക് ഈ ഒരു ഉള്ളം കൈയിലൊക്കെ സോറിയാസിസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ളവരിലും ഈ ലിവറിൻ്റെ ഫങ്ഷനിങ് വന്നിട്ട് ക്രമേണ തകരാറിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റും കാര്യങ്ങളും അതേപോലെ സ്കാനിങ്ങും ചെയ്ത് തന്നെ നിങ്ങളത് എക്സാമിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ ജോണ്ടിസ് എന്ന് പറയുന്ന ഈ ഒരു മഞ്ഞപ്പിത്തം, അത് വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്തയണുക്കൾ, ഈ ചുവന്ന രക്തയണുക്കളെല്ലാം തന്നെ അതിൻ്റെ ഒരു ടൈം പീരീഡ് ഒരു 120 days ആണ് വരുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു 4 മാസം കൂടുമ്പോഴാണ് പുതിയ RBC അല്ലെങ്കിൽ ആ ഉള്ള ചുവന്ന അണുക്കൾ നശിപ്പിച്ചിട്ട് പുതിയത് ഉൽപ്പാദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഉള്ള RBCs അത് നശിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഈ പ്ലീഹ എന്ന് പറയുന്ന സ്പ്ലീൻ ആ ഒരു ഭാഗത്തിലാണ്. ഇവിടെ നിന്നും RBC നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ബിലിറൂബിൻ, ബിലിവേർഡിൻ എന്ന് പറയുന്ന നമ്മുടെ മോഷനൊക്കെ മഞ്ഞ കളർ നിറം തരുന്ന ഈ ഒരു ബിലിറൂബിനൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന അങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ജോണ്ടിസ് ഉള്ളവർക്ക് പലപ്പോഴും ഈ ലിവർ ഫങ്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അമിതമായിട്ട് ഈ പിത്തരസത്തിൽ നിന്നും ഈ ഒരു ബിലിറൂബിൻ്റെ ലെവൽ അമിതമായിട്ട് കൂടി വരാം. അത് കാരണം ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് ചൊറിഞ്ഞ് തടിക്കുക, ചൊറിച്ചിൽ സ്ഥിരമായിട്ട് അനുഭവപ്പെടുക, ഇതൊക്കെ കണ്ടുവരാറുണ്ട്. നമ്മുടെ കരൾ അപകടത്തിലാണ് എന്ന് തിരിച്ചറിയാവുന്ന ആദ്യത്തെ സയൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ലക്ഷണങ്ങളാണെന്നുള്ളത് നോക്കി. ഇനി നമ്മുടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? അതിലാദ്യമായിട്ട് വരുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതായത് 14 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂർ ഭക്ഷണം ഒന്നും കഴിക്കാതെ നമ്മുടെ ശരീരത്തിന് ഫാസ്റ്റിങ്ങിലോട്ട് വിടാം, നോമ്പ് എടുക്കുന്നത് പോലെ. ഇങ്ങനെ ആവുന്ന ടൈമിൽ നമ്മുടെ ശരീരം ഓട്ടോഫേജി മോഡിലോട്ട് പോകും. അതായത് ഡെഡ് സെൽസും, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ തന്നെ കരൾ ഡീടോക്സിഫയിങ് ഏജൻ്റ് ആണ് എന്ന് പറഞ്ഞത്, വിഷാംശങ്ങളെ മൊത്തം ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്ന ഒരു അവയവം കൂടെയാണ് നമ്മൾ ഈ കരൾ എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരം ഈ ഓട്ടോഫേജി മോഡിലോട്ട് പോവുകയും വിഷാംശങ്ങളെ കംപ്ലീറ്റ് അത് തള്ളി ക്ലീൻ ഔട്ട് ചെയ്യാനും നമ്മുടെ ലിവറിൻ്റെ കരളിൻ്റെ ഹെൽത്ത് കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് ഇഫക്റ്റ് കിട്ടാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണ്. ഇനി സ്ഥിരമായി തന്നെ രാത്രി കഴിക്കുന്ന ഭക്ഷണം കുറച്ച് നേരത്തെ ആക്കാനായിട്ട് ശ്രദ്ധിക്കും. 6:30-7 മണി അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു 12 hours 13 hours ഫാസ്റ്റിംഗ് എല്ലാ ദിവസവും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യം എല്ലാ ദിവസവും കാത്തു സൂക്ഷിക്കാൻ ഈ നേരത്തെ കഴിക്കുന്ന അത്താഴം വളരെയധികം ഉപകാരപ്രദമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ കൊഴുപ്പിൻ്റെ അംശം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഫാറ്റ് സെൽസ് നമ്മൾ പറഞ്ഞു, കൊഴുപ്പിനെ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ആ ഒരു പ്രക്രിയയ്ക്ക് ബൈൽ എന്ന് പറയുന്ന പിത്തരസം വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഇത്
നമ്മുടെ ശരീരത്തിൽ വേണ്ടുവോളം ഒരു കറക്റ്റ് റേഷ്യോയിൽ ചുരക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അംശം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് ദഹിക്കാനായിട്ട് ബൈൽ അല്ലെങ്കിൽ പിത്തരസത്തിൻ്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു റേഷ്യോയിൽ ഈ ബൈൽ സെക്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രീബയോട്ടിക്സിൽ കൂടുതലായിട്ടും കഴിക്കണം. ഈ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഓണിയൻ എന്ന് പറയുന്നത് നമ്മുടെ വല്യുള്ളി, അതേപോലെ ഗാർലിക്, വെളുത്തുള്ളി, അസ്പരാഗസ് എന്ന് പറയുന്ന ശതാവരി, വാഴപ്പിണ്ടിയുടെ ജ്യൂസ്, ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെയധികം കൂടുതലാണ്. അവക്കാഡോ, തക്കാളി, ഇതൊക്കെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത്, കരളിൻ്റെ ഹെൽത്ത് ഇംപ്രൂവൈസ് ചെയ്യാൻ വളരെയധികം സഹായകരമാകുന്ന ഭക്ഷണങ്ങളാണ്. ഇനി കരളിൻ്റെ ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കരളിനെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ റെഗുലറായിട്ട് എടുക്കേണ്ടത് ഗ്രീൻ ടീ വളരെയധികം ഇഫക്റ്റീവാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെയധികം കൂടുതലുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പാല്, അതിൽ മഞ്ഞൾ ആഡ് ചെയ്തിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നതും ഡീടോക്സിഫയിങ് ഏജൻറ്റാണ്. നമ്മുടെ കരളിനെ ഡീടോക്സ് ചെയ്യാൻ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയും നമ്മുടെ കരളിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട്, ശുദ്ധീകരിക്കാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അവക്കാഡോ വളരെയധികം എഫക്റ്റീവാണ്. അതിലും നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുണ്ട്. പൊതുവെ ലിവറിന് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, ലിവറിൻ്റെ ആരോഗ്യം കൂട്ടാനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ബീട്രൂട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ചെറുമത്സ്യങ്ങൾ, അതായത് ലിവറിൽ കൂടുതലായിട്ടും ഫാറ്റ് സംബന്ധമായിട്ടുള്ള ഒരു ഡൈജഷൻ പ്രോസസ്സാണ് കൂടുതലും നടക്കുന്നത്. അപ്പം നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണോ, ഇപ്പോൾ ചെറുമത്സ്യങ്ങൾ, മത്തി, അയില, ചൂര, ഇതൊക്കെ തന്നെ, അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മുടെ കരളിൻ്റെ ആ ഒരു ഹെൽത്ത്, ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായകരമാക്കുന്ന ഒന്നാണ്. നമ്മൾ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിന് ഈ കീഴാർനെല്ലി എടുക്കാറുണ്ട്. കീഴാർനെല്ലിയുടെ ആ ഒരു ഇലയും വളരെയധികം ഇഫക്റ്റീവാണ് നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കരൾ ആ ഒരു പ്രവർത്തനം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം, അതിൻ്റെ തീവ്രതയിൽ എത്തിയതിന് ശേഷം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ തന്നെ ചിലർക്ക് അസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അതായത് വയറ് അമിതമായിട്ട് വീർത്ത് കെട്ടാം. ഇത് കരള് അതിൻ്റെ ഫങ്ഷനിങ് തീരെ പറ്റാതാവുമ്പോൾ, അതിൻ്റെ സിവിയാരിറ്റിയിൽ എത്തുമ്പോൾ, അതിൻ്റെ ഒരു എൻഡ് സ്റ്റേജ് എന്നൊക്കെ പറയും, ആ സ്റ്റേജിൽ എത്തുമ്പോഴാണ് അമിതമായിട്ട് വെള്ളം കെട്ടി നിൽക്കുക. വയറിൽ അമിതമായിട്ട് വെള്ളം കെട്ടി നിന്ന് അസൈറ്റിസ് എന്ന് പറയുന്ന വയറ് വീർത്ത് കെട്ടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ഇത് പലപ്പോഴും ശ്വാസകോശത്തിന് എഫക്റ്റ് ചെയ്യും. നമുക്ക് പ്രോപ്പർ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അത് വളരെ കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കാറുണ്ട്. അതേപോലെ ലിവറിൻ്റെ ആ ഒരു ഭാഗത്തിന് ചുറ്റുമുള്ള രക്തയോട്ടത്തിൽ വരുന്ന പ്രശ്നം, ചിലർക്ക് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, അത് കാരണവും ഇതുപോലുള്ള അസൈറ്റിസ് എന്ന് പറയുന്ന വയറിൽ വെള്ളം അമിതമായിട്ട് കെട്ടിക്കിടക്കുന്ന കണ്ടീഷൻ കണ്ടുവരാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ കരളിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടുമിക്ക കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള വൈറ്റമിനുകളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് അവിടെയാണ്. നമ്മുടെ കരളിൻ്റെ ഫങ്ഷനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സിറോസിസ് പോലുള്ള കണ്ടീഷൻ വരാതെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. കരളിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ ലിവർ ഫുഡ്സ് എന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.